ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയലപ്ര പരപ്പിലാണ് കേട്ടോ. എനിക്ക് എത്ര വന്നാലും മതിയാവാത്ത ഒരു സ്പോട്ടാണിത്. കാരണം എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മതി എന്നാവും. ഒന്നിവിടെ ഒന്ന് ചൂട്ടാട് ബീച്ചിലും പോയാലും എനിക്ക് മതിയാവുകയില്ല. നമ്മുടെ ഇവിടെ പയ്യന്നൂർ പഴയങ്ങാടി ബേസിലുള്ളവർക്കൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ വന്ന് കുറച്ചിരുന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് തുള്ളിയിട്ടൊക്കെ പോകാൻ നല്ല രസമാണ്. നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. ഒരു 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 പ്രത്യേക രസമാണ് ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അതായത് സൈലൻറ്റ് പ്ലേസിൽ പോയി കുറേ നേരം ഇരുന്ന് വർത്താനം പറയുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് എനിക്കിഷ്ടം. ഇതൊരു സൈലൻറ്റ് പ്ലേസാണ്. പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനായാലും. പിന്നെ ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ വന്നാലുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരുടെ പ്ലേ സ്റ്റേഷൻ അപ്പുറത്താണ്. കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെയും ഉണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ ഫോൺ കുത്തിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീഡിയോസ് കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ ഏട്ടൻ അങ്ങനെ ഫോൺ കുത്തിയിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഏട്ടനെ കുത്തിപ്പൊക്കി വീണ്ടും നമ്മൾ നടക്കുകയാണ്. അച്ഛനും മോനും എത്ര സുന്ദരമായിട്ടാണ് നടക്കുന്നതല്ലേ. അപ്പോൾ കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അപ്പുറത്തെത്തി. ഇപ്പം നിങ്ങൾ കാണുമ്പം വിചാരിക്കും കുഞ്ഞൻ അതിൻ്റെ മുകളിൽ കയറുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. ഇവന് ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ മുകളിലൊന്നും ഇവൻ കയറില്ല. കുറച്ച് കയറിയിട്ട് പിന്നെ അപ്പം തന്നെ കീയും ചെയ്യും. ദേ ഒരു പീക്കിരി കുട്ടി കയറി പോകുന്നുണ്ട്. നല്ല രസമായിരുന്നു അതിൻ്റെ കളി കാണാനായിട്ട്. അത് എല്ലിൽ ഓടിച്ചാടി കയറുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിൽ കയറാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. ലാസ്റ്റ് എനിക്ക് അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു ഗൈസ്. എൻ്റെ കാലും കൈയൊക്കെ പോയി. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ, അങ്ങ് സാധിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ കയറാനായിട്ട് 50 റുപ്യായിരുന്നു. പക്ഷേ കയറിയിട്ട് ഇവൻ ഈ 3 സംഭവങ്ങളിൽ അവൻ കയറിയില്ല. അപ്പുറത്തെ സൈഡ് വേറെ ഒന്നുണ്ടായിരുന്നു, അവിടെയായിരുന്നു പോയി കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മഴ പെയ്ത് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയി. ഐസ്ക്രീം കഴിച്ചത് അതും ഫ്ലോപ്പായിപ്പോയി. ബട്ടർ സ്കോച്ച് ആയിരുന്നു ഓർഡർ ചെയ്തത്. എനിക്ക് സ്പാനിഷ് ആയിരുന്നു വേണ്ടത്. അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ ഫുൾ കുളമായിപ്പോയി ഗൈസ്.